അത്തായിക്ക് അവരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു. എൻ്റെ അത്ത ഇങ്ങനെ സഹിയിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അവൾ പോയി ചാവട്ടെ. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആർക്കും ഊഹിക്കാൻ പറ്റില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതാണ്. ഞാൻ ആരുടെ ആശ്വാസം തേടും? എനിക്ക് ആരും ആശ്വാസം തേടാനില്ല. എനിക്ക് എൻ്റെ അത്താടെ ഈ വോയിസും കൂടെ വിട്ടു തരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. എനിക്കൊരു മനുഷ്യന് വിശ്വാസം ഇല്ലാതെ പഴയ ഞാനേ അല്ലാതെ എന്നെ അങ്ങ് എന്താ പറയുക, എന്നെ ഇതാക്കി കളഞ്ഞ് നമ്മളെ ഇവർ വലിച്ചേറാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ പുറത്ത് കുറേ സൈബർ ബുള്ളിങ് പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷെ അതെൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഇങ്ങനെ ചതിക്കുമെന്നുള്ള രീതിയിലല്ല. നീ ചെയ്തത് ചതിയല്ലേന്ന് ചോദിക്കാൻ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചതിയല്ല, ഇത് ചതിയാണ്. ആ പുള്ളി കുറേ എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതൊരു സത്യമാണ്. പുള്ളി എനിക്ക് വാങ്ങുന്ന ഒരു ടെഡി ബിയർ ആണ് കേട്ടോ എന്നെ തന്നുവിട്ടെ. അപ്പോൾ ഈ ടെഡി ബിയറിന് നിൻ്റെ പേര് പറയണോ, നിൻ്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണ് പറയണം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. ഈ പുള്ളി തന്നെ എൻ്റെയും പുള്ളിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ബിഗ് ബോസിൽ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോകാതിരുന്നതാണ്. എന്തിനാണെന്നാ പിന്നെ അത് ചെയ്തത്? നിങ്ങൾ കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഇവൻ്റെ മാല എടുത്ത് കൈ പിടിക്കുമ്പോഴേ എനിക്കൊരു ആശ്വാസമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് വൻ ക്രിഞ്ചായിരിക്കും. ഓക്കെ, ഞാൻ ക്രിഞ്ചെത്തിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്കതൊരു ഹോൾഡാണ്. അപ്പോൾ ഇവൻ്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും പറയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണ്. ഇത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്തായാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. അന്ന് വരെ എനിക്ക് ഗബ്രി എന്നൊരു പേരെങ്കിലും ആ വീട്ടിൽ ഉച്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇവരിത് പോയതിനു ശേഷം എനിക്ക് അതും പറയാൻ പറ്റാതായപ്പം ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് എവിടെ നിന്നൊക്കെയോ കുറേ സ്ട്രെങ്ത് വന്നു. പിന്നെ ഞാനങ്ങ് പാറയായി മാറി. റസ്മിൻ പോയപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല, എനിക്ക് കണ്ണീരിക്കുന്നില്ല. പിന്നെ ഞാൻ പാറയായി മാറി. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എൻ്റെ പൊന്നണ്ണ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പുറത്തൊരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സദാചാര കണ്ണുകളൊക്കെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തൊരു റിലേഷൻ ഉണ്ടാക്കി വന്നിട്ട് അകത്ത് പോയിട്ട് വേറൊരു റിലേഷനിൽ പെട്ടുപോകരുത്. ജാസ്മിന് പുറത്തൊരു റിലേഷൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തെനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. അകത്ത് പോവാൻ നേരത്ത് ഒരു റിലേഷൻഷിപ്പ് ആവാതെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് ആവാതെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഇന്ന വ്യക്തിയുടെ സൗന്ദര്യം കണ്ടിട്ടോ ഇന്ന വ്യക്തിയുടെ ഇന്ന കഴിവ് കണ്ടിട്ടൊന്നും അല്ല. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് അറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എൻ്റെ പൊന്നണ്ണ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സാധനം ഉണ്ട് അതിനകത്ത്, നമുക്ക് ആ പ്രാന്ത് പിടിക്കുമ്പോൾ നമുക്കൊരു സാധനം. പക്ഷെ അപ്പോഴും ഞാൻ അറിയുന്ന വൈൽഡ് കാർഡ് വരുമ്പം ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ 13 വോയിസ് പുറത്തുണ്ട്. ആ 13 വോയിസിനകത്ത് എന്നെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്കുണ്ടാവുന്ന ഫാമിലി നമ്മൾ ഇതാക്കുന്നതെന്ന് പറയുമ്പോഴും നമുക്ക് ആരുമില്ല, കുടുംബമുണ്ടോ എന്ന് പറഞ്ഞാൽ അകത്ത് വന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ പാപ്പായ്മ. എന്നാലും നമ്മുടെ മൈൻഡ് സെറ്റ് എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് മൊത്തം നശിച്ചു. അവിടെ നിന്നാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ 23 വർഷത്തിൽ എനിക്ക് ഏതൊക്കെ മനുഷ്യരുണ്ട് ഇവരൊക്കെ എനിക്കില്ല എന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നാണ് ഞാൻ ഈ സർവൈവ് ചെയ്ത് 100 ദിവസം ഞാൻ നിന്ന് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന കൈ പിടിക്കാൻ ആകെ ഉള്ള ഒരൊറ്റ കൈയാണ്. അല്ല, ഞാനുണ്ട്, എന്ത് വന്നാലും പുറത്തും അകത്തും ഞാനുണ്ട് എന്ന് പറയുന്ന ഒറ്റ കൈ. അവരോട് നമുക്ക് തോന്നുന്നൊരിഷ്ടം, അത് പ്രണയമാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നതാണ് എന്ത് സത്യമല്ലേ അത് പറയുന്നത്. അപ്പം അറിയില്ല. അപ്പം ഈ പറയുന്ന സദാചാരം അല്ലെങ്കിൽ ഇത് പറയുന്നവരൊരിക്കലും എന്നെ അങ്ങ് രക്ഷിക്കാൻ വേണ്ടി പറയണതൊന്നുമല്ല. നമ്മളെ ഒന്ന് കുത്തണം അല്ലെങ്കിൽ നമുക്കിട്ട് എന്തെങ്കിലും പറയണം. മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ബിഗ് ബോസ് എന്നല്ല, നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും ഒരു പെങ്കൊച്ച് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നതെന്ന് കണ്ടാൽ ഒരു പ്രശ്നമാണത്. ഈ കാലത്ത് അത് കുറവില്ലേന്ന് വെച്ചാൽ കുറവൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ പ്രശ്നമാണത്. അതിപ്പോൾ ഇത് ചെയ്തിരുന്ന ഒരു പുരുഷനായിരുന്നു, അംഗീകാരം കിട്ടുമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസുകളിൽ. ബിഗ് ബോസിൽ ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് പുറത്തുണ്ടായിട്ട് അകത്ത് വന്നിട്ട് അവർ എന്തൊക്കെയോ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ബ്രേക്ക് ആക്കേണ്ടിയും അകത്ത് അവർ വേറെ റിലേഷൻഷിപ്പ് ആവുകയും ഒക്കെ ചെയ്തവരുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പ്രശ്നമായില്ല? അത് ഈ പറയുന്ന പല സാഹചര്യത്തിലാണ് അത് ചർച്ച ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇതിനകത്ത് അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല, അത് അച്ഛൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? ഫോൺ കോളിൽ ഇവർ വിളിച്ചിട്ട് അത് പുറത്ത് ഇവർ വിടുന്നില്ല എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല ബ്രോ. മനസ്സിലായോ? അതിനകത്ത് എന്താണ് വിടുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ അതിൻ്റെ അകത്തല്ലേ. അപ്പം ഇവരെ ഇതിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്തായാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഒരു വയ്യായിക്ക് വന്നപ്പോൾ നിന്നെ വിളിച്ചറിയിച്ചതാണെന്നുള്ളതാണ്.
അപ്പം ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കതിത് മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞാൽ ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്ര അവർ പറഞ്ഞു. അപ്പോൾ ഇവരിത് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ചിന്നു വിളിയിൽ എനിക്കെന്താണ്, നമുക്ക് ഇടറി വിളിക്കുമല്ലോ, നമ്മുടെ തന്തയും തള്ള 23 വർഷം കൊണ്ട് കാണുമല്ലേ, അപ്പോൾ അവരുടെ സൗണ്ടിലൊരു ഇടർച്ച വരുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്ന് പറയുമ്പോഴും ഇതിൻ്റെ അകത്തും ഫുൾ എന്താണ് ചർച്ച, ഒറ്റയ്ക്കല്ല ജാസ്മിൻ ഗബ്രി എന്നുള്ളൊരു സാധനമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, കാരണം നമുക്ക് ഒരുമിച്ച് നിന്നാലേ അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, കൈവിടാൻ പറ്റത്തില്ല. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് ഇനി ഇവർക്ക് ഇനി ഈ ബ്ലോക്ക് ഉണ്ടാവാൻ റീസൺ ഇനി ഇതൊക്കെയാണോ, കാരണം ഞാൻ വരുന്ന ഒരു പ്രശ്നവും ഇല്ല, ഇതാണോ അതാണോ എന്നുള്ള വെപ്രാൾ. അപ്പം ഇവൻ അടുത്തോട്ട് വരുമ്പോഴേ എനിക്ക് ആ ഒരു ഭയം വരിക, അയ്യോ എൻ്റെ വീട്ടുകാർ അത് ഇത് മറ്റത് എന്നുള്ളൊരു സാധനം വരിക. അപ്പം 2 ദിവസം അതുണ്ടായിരുന്നുള്ളൂ, 3-ാം ദിവസം തൊട്ടില്ലായിരുന്നു എന്ന് അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ 2 ദിവസവും 3-ാം ദിവസവും ഒക്കെ ഞാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുക, നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അവർ ഇറക്കി വിടത്തൊന്നുമില്ല, അവർ ഇറക്കി വിടും. എപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ അവിടെ കിടന്ന് അത്രയും ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടും. എന്നാലും നമുക്ക് എന്താണ് ഈ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ടാണ് അതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഇവൻ അടുത്തോട്ട് വരുമ്പോൾ പിന്നെയും നമുക്ക് ടാസ്ക് ചെയ്യണം, പിന്നെയും നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരാഴ്ച ഫുള്ള് എൻ്റെ മൈൻഡ് ഫുള്ള് ചളമായിരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് സംസാരിച്ച് അത് അവിടെ കളയും എന്നുള്ളൊരിത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ഓക്കെ ആയി പോകുന്നത്, വൃത്തിക്ക് ഓക്കെ ആയി പോകുന്നത്. പിന്നെയും ഗബ്രിയായിട്ട് മിണ്ടുന്നില്ല എടുക്കുന്നില്ല, മിണ്ടേ പറ്റത്തുള്ളൂ. അല്ല ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ജീവിച്ചു, ബാക്കി ഒരു മനുഷ്യൻ നമ്മളോടൊരു അടുപ്പമില്ല, നമ്മൾ ടാസ്ക് ചെയ്യണം. അവിടെ എന്തും കുറ്റമാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന ഉൾപ്പെടെ എന്ത് ചെയ്താലും അവിടെ ഒരു പ്രശ്നം എന്നുള്ളൊരു സാധനം വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് മനസ്സമാധാനം ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക, ഫോണുണ്ടോ ഇല്ല, ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം, അവിടെ ഉറങ്ങാൻ പറ്റുമോ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാം, ഇവിടെ ഒരു സമയത്ത് നമുക്ക് ഇത്ര ഫുഡൊന്നുണ്ട്, ആ ഫുഡിനപ്പുറം നമുക്ക് അവിടെ എടുത്ത് കഴിക്കാൻ പറ്റുമോ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ആകെ ഉള്ളൊരു ആശ്വാസം സമാധാനം ഈ പയ്യനാണ്. പിന്നെ ഞാൻ ആ പയ്യനോട് മിണ്ടായിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആരുണ്ട് ഇതിനെ തടയിടാൻ നോണമാണ്. ഇപ്പോൾ വീട്ടുകാർ വരുന്ന സമയത്ത് ചെയ്ത 2 ആക്ടിവിറ്റീസ്, ഒന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക, പിന്നെ മാല അഴിച്ചെടുക്കുക, മറ്റൊരു മാല കെട്ടുകയാണ്. ആ സമയത്തൊക്കെയുള്ള ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഇതിപ്പോൾ മാനേജ്ഡ് ആയിട്ടുണ്ടാവും. അവിടെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനെ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷേ ജാസ്മിൻ കളിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം, കോൺസെൻട്രേഷൻ വേറൊരു ഏരിയയിൽ പോവേണ്ടതുണ്ട്. പിന്നെ പല സഹ കണ്ടസ്റ്റൻസുകൾക്കും ഇപ്പോൾ റസ്മിന് പോലും ഒരു ഘട്ടത്തിൽ റസ്മിൻ അവസാനം കയറുമ്പോഴും ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഗബ്രി ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, നമ്മുടെ എന്തിനു വേറൊരു സൂര്യോദയം നിന്റെ നൂപുര മർമ്മരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ എന്ന് പാടുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമായിട്ട് പാടുന്നുണ്ട് അയാൾ. ആ പാടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ്, ഓർമ്മകളാണ്. അപ്പം അവിടെ ഗബ്രി പോയിട്ട് ഒരുവിധം മര്യാദയ്ക്ക് കളിച്ചു വരുന്ന ജാസ്മിനെ വീണ്ടും ഡൗൺ ചെയ്യും എന്ന് റസ്മിന് തോന്നുന്നു. റസ്മിൻ അവിടെ ഇടപെടുകയാണ്, നീ ഒന്ന് നിർത്തടാ എന്ന് പറയുകയാണ്. ഈ സ്പേസ് വരെ എത്തുക. അപ്പം എന്തൊക്കെയോ ഇതിനകത്തൊരു ഡ്രാമ ഉണ്ട്, ഇല്ലെങ്കിൽ ജാസ്മിൻ എവിടെയൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന് തോന്നുന്നു. കുടുംബം അകത്തേക്ക് വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ്റെ മനസ്സിൽ എന്തായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ജാസ്മിൻ എന്താണ് കിട്ടിയത്? ഗബ്രി പോയി കഴിഞ്ഞിട്ട് ഞാനവിടെ ഭയങ്കര വീക്കായിട്ട് ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കണ്ട, എനിക്കവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റണില്ല, എനിക്ക് അത്രയ്ക്ക് പറ്റണില്ല. അതിവൻ പോയി എന്നുള്ളത് മാത്രമല്ല, എനിക്കവിടെ ഒന്നുമില്ല, ആരുമില്ല, ഒറ്റയ്ക്കല്ലേ ജാസ്മിനോട്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളി അവിടെ ഒറ്റപ്പെടുന്ന ആ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, അത് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും നമ്മളോട് മിണ്ടാനോ സഹകരിക്കാനോ ആരെങ്കിലും ഒരു മനുഷ്യൻ വേണം. ഈവൻ അതൊരു ഫേക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മളോടൊരു ആ ഒരു ഇതെങ്കിലും വേണം. അതെനിക്കവിടെ ഇല്ല, എനിക്കിവിടെ അത്രയില്ല. അപ്പം നമുക്ക് എന്താണ്, എനിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള കണ്ടീഷനാണ് എൻ്റെത്. അപ്പം ഇതിൻ്റെ കൂടെ ഇവനും കൂടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഒരാൾ എവിക്റ്റായി പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അന്നും പറഞ്ഞിരുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മുടെ ഈ ലോകത്ത് നിന്ന് ഒരാൾ മരിച്ചാൽ എന്താ, നമ്മുടെ ഈ ലോകത്തോട്ട് അയാളില്ല, ഈ സെയിം ആണ് അവിടെ ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ലോകത്തോട്ട് അയാളില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ റീ എൻട്രി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആ ലോകത്തോട്ടില്ല. 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം. അവിടെ പോയി നിന്ന് നോക്കണം, ഒരു ദിവസം തള്ളി നിൽക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പാടാണ്. എനിക്ക് 3 മാസം എനിക്ക് ഒരു 1.5 വർഷത്തിന് തുല്യമായിരുന്നു എനിക്ക്, എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണേ. അപ്പം ആ ഒരു സമയത്ത് ഇവൻ ഇറങ്ങി പോവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരും എൻ്റെ റെഫറൻസ് ആയിരുന്നു ആ ഫോട്ടോ. അത് ക്രിഞ്ചെന്ന് പറയുന്നവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ. പക്ഷെ അന്നത്തെ എൻ്റെ മനസ്സിലെന്തെന്ന് പറയുമ്പോൾ എനിക്ക് ആകെയുള്ള റെഫറൻസ് ആണ് അത്. എനിക്ക് അവനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ എനിക്ക് ഇതിൻ്റെ ഒരാളാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കൈ പിടിക്കാൻ ഒരാൾ വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനം, ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്.
അപ്പം ഞാൻ ഇവൻ്റെ മാല എടുത്ത് കൈ പിടിക്കുമ്പോഴേ എനിക്കൊരു ആശ്വാസമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് വൻ ക്രിഞ്ചായിരിക്കും. ഓക്കെ, ഞാൻ ക്രിഞ്ചെത്തിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്കതൊരു ഹോൾഡാണ്. അപ്പോൾ ഇവൻ്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണ്. ഓക്കെ, ഗബ്രിയാണ് അതെന്നുള്ളത് എൻ്റെ ഒരു ആശ്വാസമാണ്. അപ്പോൾ കുറേ പേർ കണ്ടു ഉമ്മാരെയും വാപ്പാരെയും ഫോട്ടോ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മാടെയും വാപ്പാടെയും ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട്. ഇവരിത് കട്ട് ചെയ്ത് കളയുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രോ? ഗബ്രി ഉള്ള സമയത്ത് തന്നെ ഞാൻ ഉമ്മാരെയും വാപ്പാരെയും ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നതും എടുക്കുന്നതും കൊണ്ട് ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഈവൻ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്, നീ ഒരു വട്ടം പോലും ഞങ്ങളതിനകത്ത് ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ അത്താരെയും ഉമ്മാരെയും കാര്യം എപ്പോഴും ഈവൻ റസ്മിൻ്റെ അടുത്തായാലും ഞാൻ റസ്മിൻ്റെ അടുത്തും ഗബ്രിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് കൂടുതലും അറിയുന്നത്. ഞാൻ അവരത്തൊക്കെ പറയാറുണ്ട്, ഈ സാധനം ഇവർ പുറത്തു വിടുന്നില്ല. ഇവർ ഈ പുറത്തു വിടുന്നത് ഞാനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു സാധനവും അല്ലെങ്കിൽ ഈ ഇരുന്ന് കരയുന്നതും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എൻ്റെ കുറേ വീക്ക് പോയിന്റുകളും ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമ്മളിത് അറിയണില്ല. അപ്പം ഈ ഫോട്ടോ ഇവർ എടുത്ത് മാറ്റുന്ന സമയത്താണെങ്കിലും ഇപ്പം എൻ്റെ ഒരു ഇത് പോണത് ഫുള്ള് ഈ ഒരു ഫോട്ടോയിലും ഈ മാലയിലുമാണ് കേട്ടോ. അപ്പം സാബുചേട്ടൻ വന്നിട്ട് എൻ്റെ ഇന്ന് മാല വാങ്ങിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് പിന്നെ 2-3 മാല എൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ വേറൊരു മാല എടുത്ത് വെച്ചിട്ട് എന്നാ ഇത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ നിൽക്കണുണ്ട്. അപ്പം വീട്ടുകാർ വന്ന സമയത്ത് ഇതിനകത്ത് കുറേ സാധനം കണ്ടാണ് ഗബ്രി പോയതിന് ശേഷമാണ് ജാസ്മിൻ കളിച്ചു തുടങ്ങിയെന്നുള്ളത്. ഞാൻ അതിന് മുമ്പും കളിച്ചിട്ടുണ്ട്. ഞാൻ വീക്കായിട്ടുള്ള ഒരു 2 ആഴ്ച മറ്റും ഉണ്ട്. അതിന് മുൻപും ഞാൻ കളിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഗെയിം അല്ല ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഗെയിം അല്ല, ഞാൻ എപ്പിസോഡ് കാണാൻ നിന്നിട്ടില്ല, ഗെയിം അല്ല പുറത്ത് വരുന്നത്. ഈ സാധനങ്ങളെ വരുന്നുള്ളൂ. ഈ പറയേണ്ട കാര്യങ്ങൾ അന്നും ഞാൻ മുഖത്തൂക്കി പറഞ്ഞിട്ടുണ്ട്, അന്നും ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്, അന്നും ഞാൻ ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാണുന്നില്ല, അല്ലെ ഒരു പക്ഷേ കാണാൻ ശ്രമിക്കുന്നില്ല. ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീട്ടുകാരും വന്നതിന് ശേഷം ഞാൻ ഓക്കെ ആവുന്നതാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആഴ്ചകളുണ്ടല്ലോ, ഗബ്രി പോയി വീട്ടുകാർ വരുന്നതിൻ്റെ ആ ഒരു ഇടയ്ക്കത്തെ കുറച്ച് നാളുകൾ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വീട്ടുകാർ വന്ന് ഈ ഫോട്ടോയും മാലയും മാറ്റുമ്പോൾ എനിക്ക് എന്ത് വരുത്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ സിറ്റുവേഷൻസ് ഇരുന്ന് പറയണമെങ്കിൽ എനിക്ക് അവരെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം. അപ്പം ഇവർ തിരിച്ച് എൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പം എനിക്ക് കുറേ സാധനങ്ങളിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അതെൻ്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് കീറി കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇന്നതാണെന്നുള്ളത്. ചിലത് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക്. അത് നമ്മൾ കുറേ എക്സ്ട്രീം പോയിന്റുകൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരത്തുള്ളൂ. ഇപ്പം എനിക്ക് ഒരു പരിധി വരെ നമ്മൾ അനുഭവിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് വാക്കുകൾ കൊണ്ട് ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാനോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ എനിക്ക് ഇവരോട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യം. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമുക്കതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ അവരത് പറയുന്നതിനകത്ത് ഒരു പക്ഷേ എന്തെങ്കിലും കാണുമെന്നുള്ള രീതിയിൽ ഞാനൊന്നും മിണ്ടിയില്ല. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ എടുത്തു. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വരെ എനിക്ക് ഗബ്രി എന്നൊരു പേരെങ്കിലും ആ വീട്ടിൽ ഉച്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇവരിത് പോയതിന് ശേഷം എനിക്ക് അതും പറയാൻ പറ്റാതായപ്പം ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. അത് പറയാനും പറ്റില്ല, ഇത് പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല, ആരും ഇല്ല, അതും ഇല്ല, ഇതില്ല. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് എവിടെ നിന്നൊക്കെയോ കുറേ സ്ട്രെങ്ത് വന്നു. പിന്നെ ഞാനങ്ങ് പാറയായി മാറി. റസ്മിൻ പോയപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല, എനിക്ക് കണ്ണീരിക്കുന്നില്ല. പിന്നെ ഞാൻ പാറയായി മാറി. ഇനിയിപ്പോൾ എന്തോ വരട്ടെ, ഇനിയിപ്പം എന്ത് തൊലയോ ചെയ്യട്ടെ, എന്ത് നശിക്കുകയോ ചെയ്യട്ടെ, ഇവിടുന്ന് ഞാൻ ഇറങ്ങി വരണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ 100 ദിവസം നിന്നിട്ടേ പോത്തുള്ളൂ. എന്ത് നശിച്ചാലേ ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സാധനത്തിലോട്ട് ഞാൻ വന്നെത്തിയത്. അങ്ങനെയാണ് ഒരു ജാസ്മിൻ പാറയായിട്ട് നിലയുറപ്പിച്ചത് 100 ദിവസം. ഇപ്പം പോലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഒരുപാട് സാധനം നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ സഹിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്നെ ആ വീട് പഠിപ്പിച്ചു. ഈ ജാസ്മിന് ശരിക്കും ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് നേരിടേണ്ടി വന്നത് ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആളുമായിട്ടുള്ളൊരു റിലേഷൻ ഇവിടെ പറഞ്ഞു വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ശരിക്കും ജാസ്മിന് ബുദ്ധിമുട്ടായിട്ട് വന്നത്. ഇപ്പോൾ ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? ആ കാഴ്ചപ്പാടിൽ തെറ്റൊന്നുമില്ല. ഇപ്പം കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നല്ല കേട്ടോ, ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ട്. പിന്നെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം പെണ്ണ് കാണലിന് വന്നിരുന്നു, നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ ഒരു നിശ്ചയമോ ഒരു മോതിരം മാറൽ ചടങ്ങോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്.
അത് സമൂഹത്തിന്റെ കണ്ടല്ലോ. ഇപ്പം ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ, ഞാനൊരു വേറൊരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നതെങ്കിൽ എൻ്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാരി തന്നെയാണ്. ഒരിക്കലും അത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ സിറ്റുവേഷൻസ് എന്നെ എനിക്കറിയില്ല, എൻ്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നുള്ളതൊരു സത്യമായിപ്പോയി. ഇപ്പോൾ ആ റിലേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ റിലേഷൻഷിപ്പിന് നടക്കില്ല. കാരണം ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് ഇത്രയും പ്രൊജക്റ്റ് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്, ബാക്കി കാണിക്കുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ആ ഷോ പലതും പല രീതിയിലാണ് എന്നെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഷോയെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവരെനിക്ക് ഡെയിലി വേജസ് തരുമ്പോഴും നമ്മൾ അതിനകത്തിരുന്ന് അറിയുന്നില്ലല്ലോ ബ്രോ. അപ്പം എന്താ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കില്ലല്ലോ, പോട്ടെ, സാരമില്ല. അപ്പോൾ ആ ഷോ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ പുള്ളി കുറേ എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ കുറേ ആൾക്കാരുടെ മാനിപ്പുലേഷൻ കാരണം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച് പോയ ആൾക്കാരാണ് കേട്ടോ, ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ തന്നെ അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ കുറച്ച് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് പല രീതിയിൽ, അത് ഈ വ്യക്തിയെന്ന് മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ അവർ ഒരുപാട് ഉപയോഗിച്ചു, ഒരുപാട് തരത്തിൽ അവർ ഉപയോഗിച്ചു. ഈ പയ്യനെ തന്നെ ഒരുപാട് രീതിയിൽ അവർ യൂസ് ചെയ്തു. കുറേ സാധനങ്ങൾ ഇവർ പുറത്ത് വിടുകയും അതാക്കി ഇതാക്കിയൊക്കെ ചെയ്യുമ്പോൾ വയൽക്കാട് വന്നപ്പോൾ പോലും ഇങ്ങനെ വോയിസ് വിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിന്. ഓൾറെഡി ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്, ആ ഷോ എന്താണെന്ന് നമുക്കറിയില്ല. അതിനകത്ത് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ തിരിച്ചു വരും. ഈവൻ ഞാനിപ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കാല് പിടിച്ചു വരെ എനിക്ക് സോറി പറയാനോ, അല്ലെങ്കിൽ കാരണം കാണുന്ന ആൾക്ക് ഉറപ്പായും ഇത് തെറ്റ് തന്നെയാണ്, ഉറപ്പായും തെറ്റ് തന്നെയല്ലേ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതിനൊക്കെ ഞാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ അതിന് തയ്യാറായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവർ വലിച്ചേറാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ എനിക്ക് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ സാഹചര്യം കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ എനിക്കതിനൊരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത് ഒരു സത്യവും അവിടുത്തെ കുറേ പ്രാന്തുമാണ്. അത് ഇവരെ കാണുന്ന രീതിയിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് ഈവൻ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വിടുക, അല്ലെങ്കിൽ വന്നിരുന്ന് പച്ച നുണ വിളിച്ച് പറയുക, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു. ഇതിനകത്ത് എൻ്റെ വാപ്പ റീ എൻട്രി ചെയ്തപ്പോഴാണ് ഈ പുള്ളിയുടെ വേറൊരു വീഡിയോ പിന്നെ സെക്കൻഡായിട്ട് വരുന്നതെന്ന് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ല, കുറേ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ. അപ്പം ഇതിനകത്ത് കയറാൻ നേരത്തെ എൻ്റെ അത്ത ഇവരോട് ചോദിക്കുന്നുണ്ട്, പുള്ളി എനിക്ക് വാങ്ങുന്ന ഒരു ടെഡി ബിയറാണ് കേട്ടോ എന്നെ തന്നുവിട്ടെ. അപ്പോൾ ഈ ടെഡി ബിയറിനകത്ത് നിൻ്റെ പേര് പറയണോ, നിൻ്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്ന അത്ത ഈ പേര് പറയുന്നത് ഞാൻ നാക്കുമ്പോൾ അത്ത ഇങ്ങനെ ഉമ്മായോ ആരോ നാക്കുമ്പോൾ അത്ത ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ പേര് പറഞ്ഞാൽ എന്താ. കാരണം ഈ പുള്ളി പറഞ്ഞ വാക്കിൻ്റെ ബലത്തിലാണ് എൻ്റെ അത്ത അവിടെ എന്ത് ചെയ്യുന്നത്, പേര് പറയുന്നത്. ഈ പേര് പറഞ്ഞ് പുള്ളിക്ക് വീണ്ടും ഒരു സൈബർ അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് പുള്ളി അത് മൊത്തത്തിൽ തിരുത്തി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ പേര് പിന്നെയും വലിച്ചഴിച്ചു. ഞാൻ ആദ്യം പോകുന്ന നേരത്ത് ഗബ്രിയോട് ഇതേപോലെ ഇങ്ങനെ പുള്ളിയുടെ കാര്യം പറയാൻ നേരത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് ആ കൊച്ചെൻ്റെ പേര് അവിടെ പറഞ്ഞത്, പറയാതിരുന്നാൽ പോരായിരുന്നു. ഈ പുള്ളി തന്നെ എൻ്റെയും പുള്ളിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ബിഗ് ബോസിൽ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോകാതിരുന്നതാണ്. എന്തിനാണെന്നാ പിന്നെ അത് ചെയ്തത്? അപ്പോഴും ഈ പുള്ളി എന്നുള്ളത് റിവീൽ ആവുകയെന്നല്ലേ, വിത്ത് ഫോട്ടോ റിവീൽ ആവുകയെന്നല്ലേ. പുള്ളി വരുന്നുണ്ട്, പുള്ളിക്ക് കുറേ സൈബർ ബുള്ളിങ്, പുള്ളിക്ക് അല്ലെങ്കിൽ കുറേ അറ്റാക്ക് വരുന്നുണ്ട്, പുള്ളി അതുകൊണ്ടാണ് പ്രതികരിച്ചത്. നമുക്ക് കൂടിപ്പോയാൽ ഇപ്പോൾ ഈ പുള്ളിയുടെ പേര് അവിടെ ചേഞ്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു പേര് ഞാനവിടെ പറയാണ്. ഈ പുള്ളി ആരാന്ന് ആൾക്കാർക്ക് അറിയില്ല, അത്രേ എന്താണ് ഏതാണെന്ന് അറിയില്ല. പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു സാധനം റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ഈ സാധനം എന്ത് ചെയ്തത്, കത്തിയത്. പുള്ളിക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് കാണും, എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് കുറേ പുള്ളിക്ക് ശ്രമിക്കാം. ഒന്നും വേണ്ട, 3 മാസം കഴിയുമ്പോൾ എനിക്കാണ് അവിടെ 1.5 വർഷം, ഈ പുറത്ത് നിന്ന് കാണുന്നവർക്ക് 3 മാസം തന്നെയല്ലേ, അവിടെ കിടന്ന് അനുഭവിക്കുന്നത് നമ്മളല്ലേ. അപ്പം ഞാനിവിടെ തിരിച്ചു വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ മരിച്ചില്ലെങ്കിൽ ഉറപ്പായി ഇവരുടെയൊക്കെ അടുത്ത്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തും അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരത്തും അല്ലാതെ ഞാൻ എവിടെ പോകാൻ, എനിക്ക് എവിടെയും പോകാൻ വേറെ ഇല്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വരുന്നവർക്ക് ഒന്ന് ക്ഷമിക്കാം. പക്ഷേ എന്നെ കുറേ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്യാത്തതും ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ എല്ലാം പുറത്ത് വിട്ട ഒരാളെ എന്തിന് ഞാനിനി സംസാരിക്കാൻ പോലും ഉള്ള ഇതില്ല. പുറത്തിറങ്ങിയതിന് ശേഷമാണല്ലോ ജാസ്മിൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം അകത്ത് വെച്ചിട്ട് ലാസ്റ്റ് എന്നോട് പൂജ ഇങ്ങനെ വന്നിട്ട് ആരെ വിളിക്കുന്നു എന്ന്, അല്ലെ ആരെയാ നീ ഇവിടുന്ന് ഇറങ്ങിയാൽ വിളിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടുകാരെയും ഇന്ന പറയുന്ന വ്യക്തിയാണ് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്താണ് ആ വ്യക്തിയുടെ പേര് പോലും പറയാത്തതെന്ന് പറഞ്ഞാൽ അതിന് പോലും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് അതിൻ്റെ റിയൽ പിക്ചർ മനസ്സിലാക്കുന്നത്? എപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം അകത്ത് വെച്ചിട്ട് എനിക്ക് ഗബ്രി ഇങ്ങനെ കുറച്ച്, ഇപ്പം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഗബ്രി എന്നെ വന്ന് പാട്ട് പാടി ആശ്വസിപ്പിച്ചു എന്നൊക്കെ. അപ്പം ഇവ ഇങ്ങനെ എൻ്റെ അടുത്ത് ചെറിയ ഹിൻ്റ് ഇരുന്നുണ്ട്.
അവിടെ ചെറിയ ഹിന്റ് ചെയ്യുന്നത് ഇപ്പൊ പുറത്തു നിന്ന് കാണുന്നത് ഈവൻ റസ്മിൻ ഉൾപ്പെടെ പലർക്കും ഒരുപാട് പേര് ഈവൻ എല്ലാവരും പറയുന്നുണ്ട് എന്തിനാണ് ആ പയ്യൻ അത് ചെയ്തത്, ആ പയ്യൻ ആ കൊച്ചിനെ തകർക്കുമല്ലായിരുന്നു ചെയ്ത, കൊച്ചിനെ വിഷമിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തതെന്ന്. അവിടെ ഗബ്രിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കുള്ളൂ. ഞാനിത് ഒരിക്കലും അവനെ ഇതാക്കി പറയുന്നതല്ല, പക്ഷെ എനിക്കവിടെ കപ്പ് അല്ലെങ്കിൽ എനിക്കവിടെ 50 ലക്ഷം അല്ലെങ്കിൽ എനിക്കവിടെ ഒരു ഫസ്റ്റ് എന്നുള്ളതിനെ കഴിയും എനിക്ക് ഏറ്റവും കൂടുതൽ വലുത് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ആണ്. ഞാനിത് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ സഡൻ ആയിട്ട് അറിയുവാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഉള്ളിലോട്ട് ഞാൻ എടുക്കാൻ തുടങ്ങി. ഞാൻ പുറത്ത് കുറേ സൈബർ ബുള്ളിങ് പ്രതീക്ഷിച്ച ഒരാളാണ്, പക്ഷെ അതെൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഇങ്ങനെ ചതിക്കുമെന്നുള്ള രീതിയിലല്ല. നീ ചെയ്തത് ചതിയല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചതിയല്ല, ഇത് ചതിയാണ്. ഇത് ഒരു മനുഷ്യനെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഒരു 5-6 പേര് നിന്ന് ചെയ്തത്. അത് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് എന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം. അതെനിക്ക് അവൻ അവിടെ നിന്നൊരു ഹിന്റ് തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ എന്നെ ഒരു ഇതൊന്ന് ഓക്കെ ആക്കി എടുത്തുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് പോലും. ബാക്കിയുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷെ അതിങ്ങനെയാണ്. അപ്പം ഇനി എനിക്ക് ആ പുള്ളിയോട് എന്താ പറയുക, അത് ഒന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ അതെനിക്കൊരു ഇതാക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം പുള്ളിയോട് മിണ്ടുന്നേലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് നീ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പോഴും എനിക്ക് ആ പ്രണയത്തിലെത്തത് പിടിച്ച് നിൽക്കുകയാണെന്ന് ഞാൻ പറയുന്നത് എൻ്റെ സത്യവും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു, ബിക്കോസ് ഈ പുള്ളി പുറത്തുള്ളത് കൊണ്ടൊക്കെയാണ്. പിന്നെ ഞാൻ കൺഫ്യൂസ് ആയിപ്പോയത് എൻ്റെ മൈൻഡിൻ്റെ ഒരു ഇതാണ്, ആ വീടിൻ്റെ ഒരു ഇതാണ്. ഇത് കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പുള്ളി ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ഓക്കെ ഫൈൻ, പിന്നൊരിത് ഇട്ടു, ഫൈൻ, എന്നിട്ട് നിർത്തണില്ല. ഒന്ന് നിർത്തണ്ടേ, ഇത് നിർത്തണില്ല. എൻ്റെ അത്തേൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അത്തായിക്ക് അവരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു. ഈവൻ എൻ്റെ ആദ്യത്തെ റെക്കോർഡ് തൊട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്തായും ഉമ്മായും സംസാരിക്കുന്ന തൊട്ട് ഈവൻ എൻ്റെ അത്താടെ ഒരു വോയിസ് ക്ലിപ്പ് വരെ എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചു തന്നു. എൻ്റെ അത്ത ഇങ്ങനെ സഹി ഇട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അവൾ പോയി ചാവട്ടെ. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആർക്കും ഊഹിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ ചെയ്ത ഒരുപാട് നല്ലതുണ്ട്, അത് പുറത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഷോ ഇങ്ങനെ എന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഞാൻ ആരോട് പരാതി പറയും, ഞാൻ ആരുടെ ആശ്വാസം തേടും? എനിക്ക് ആരും ആശ്വാസം തേടാനില്ല. അപ്പോൾ എനിക്ക് ആകെ എന്താണ് എൻ്റെ അത്തായും ഉമ്മായും എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഈവൻ വീണ്ടും പുള്ളി ഞാനിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അത്തായും ഉമ്മ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ, എനിക്ക് എൻ്റെ അത്താടെ ഈ വോയിസും കൂടെ വിട്ട് തരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. എനിക്കൊരു മനുഷ്യന് വിശ്വാസം ഇല്ലാതെ പഴയ ഞാനേ അല്ലാതെ എന്നെ എന്താ പറയുക, എന്നെ ഇതാക്കി കളഞ്ഞ് ഈ പറയുന്ന വ്യക്തിയോട് ഒരു ഹായ് ബായ് ബന്ധം പോലും പുലർത്താനുള്ളതില്ല. ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട്, കുറേ പേരെന്നോട് ആ പുള്ളി മാനസികപരമായി കുറേ ബുദ്ധിമുട്ട് ഏർപ്പെട്ടു, അതിട്ടു. റെസ്പെക്റ്റ് ചെയ്യാണ്, പക്ഷേ എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘടകമൊക്കെ മാറ്റുന്നതെന്ന് പറയുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുൻപ് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പുള്ളിയുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാണ്. പുള്ളി ഒരു BGM ഒക്കെ ഇട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊരു വീഡിയോ എടുക്കുകയാണ്. 3 മാസം കൊണ്ട് എനിക്ക് വന്ന ഡാർക്ക് സർക്കിൾസ്. ഇതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും അവർക്ക് വരുന്നില്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു നല്ലൊരു ഷർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഇവർക്ക് വന്നിരുന്ന് ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഘോരം പ്രസംഗം, എനിക്കതില്ല. എനിക്ക് ഒന്നിനുള്ള മാനസികാവസ്ഥ ഇല്ല. അത്രയും എന്നെ ഇതാക്കി കളഞ്ഞു എല്ലാവരും കൂടെ. പിന്നെ എന്താണ് ബ്രോ? അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുപക്ഷെ ഒന്നെങ്കിൽ ഈ പുള്ളി എല്ലാവരും കൂടെ ഒരു പയ്യനുണ്ട് ഇതിനകത്ത്, ഞാൻ ഒരുപാട് വിശ്വസിച്ചൊരു പയ്യനുണ്ട്. അപ്പോൾ ഇയാളെ മാനിപ്പുലേറ്റ് യൂട്യൂബറാണ്, മാനിപ്പുലേറ്റ് ചെയ്താവും. ഈവൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ വിശ്വസിച്ച് ഈ പറയുന്ന 2-3 വ്യക്തികളെ വിശ്വസിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ പോസ്റ്റ് ഇട്ടാലും വീണ്ടും എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടുകാർ ആ പോട്ട് മക്കളെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വരെ ഇവർ പെൻഡ്രൈവ് കുത്തി ഓരോ സാധനങ്ങൾ എടുക്കാൻ നോക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇവർ ഫുള്ളായിട്ട് ഇവർ കയ്യിൽ വെച്ചേക്കുമായിരുന്നു. ലാപ്ടോപ്പിൽ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് അയാൾ വിശദീകരിക്കുന്നത്. ഇല്ല, എടുത്തിട്ടില്ല. എടുക്കാൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്തില്ല. പാസ്വേഡ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായി എടുക്കുമല്ലോ. എന്താണ് ഇവർക്ക് വേണ്ടത്? എൻ്റെ യൂട്യൂബോ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബും ഞാൻ കൊടുത്തിട്ടായിരുന്നു ഒരു സമയത്ത് പോയത്, പോകുന്നതിന് മുമ്പ്. യൂട്യൂബ് എങ്ങനെയാണ് ഇവരുടെ നിന്ന് പോയത് എനിക്കറിയില്ല. ഇൻസ്റ്റ ഈ പറയുന്ന ഈ എൻഗേജ്മെന്റ് യൂട്യൂബർ അല്ല, മറ്റേ വ്യക്തി ഉണ്ടല്ലോ, എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അയാളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഫുള്ള് ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടായിരുന്നു പോയത്. അപ്പം ഈ പുള്ളി ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫുള്ള് ഇന്നാക്റ്റീവ് ആയി തുടങ്ങി. അപ്പം ഇങ്ങനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇൻസ്റ്റ ഇങ്ങനെ തിരിച്ചു തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി, പുള്ളി ലോഗിൻ ചെയ്യുന്നില്ല, പുള്ളി എല്ലാം കളഞ്ഞു. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഇൻസ്റ്റ എൻ്റെ കയ്യിലില്ല, എൻ്റെ യൂട്യൂബ് എൻ്റെ ഫുള്ള് ഇവരെ ഇത് ആക്കി വെച്ചേക്കുക. ലാസ്റ്റ് ഞാൻ വിളിക്കാൻ നേരത്ത് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പുള്ളിയുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു എൻ്റെ പാസ്വേഡ് എനിക്ക് പറഞ്ഞു, അത് അവന് സൗകര്യമുള്ളപ്പോൾ നിനക്ക് തരുമെന്ന്. ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് കേട്ടോ, സൗകര്യമുള്ളപ്പോൾ നിനക്ക് തരുമെന്ന്.
ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, എനിക്ക് വേറെ വഴിയില്ല, കാരണം എൻ്റെ അന്നമാണ് ഇതൊക്കെ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് അപ്പം എനിക്ക് ഇട്ട് വന്നു. ഞാൻ പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വിടുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ് അല്ലേ? ഞാൻ എന്നിട്ടും ഇതിന് പ്രതികരിക്കാതിരിക്കുന്നത് ഞാൻ ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ പുള്ളിയോട് തെറ്റ് ചെയ്തു എന്നുള്ളൊരു മനസ്സെനിക്കുള്ളതുകൊണ്ടും പിന്നെ എനിക്കൊന്നും വരെ ചെയ്യണ്ട, ഒക്കെ കൊടുത്തോളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇവരോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ആവശ്യം വന്നേനെ, ഇപ്പം ഇനി എന്തായാലും അത് വരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്നേഹം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ അകത്ത് കൺഫ്യൂഷൻ വന്നത്. പുറത്തിറങ്ങുമ്പോഴും ആ മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ലേ? ഇയാളെ വിളിക്കണം, കാണണം, ഇതൊക്കെ അറിയില്ലായിരുന്നെങ്കിൽ? പിന്നെ ഉറപ്പായും ഉണ്ടായിരിക്കും. ഞാൻ അവിടെ നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ പൂജയോട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇന്നാളെ വിളിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് കുറേയൊന്നും ഞാൻ വിശ്വസിച്ചില്ല. കുറേയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം. ഈ പുള്ളി ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഇവൾ എന്നെ കുറേ യൂസ് ചെയ്തു, എത്രയോ പൈസ എന്നൊക്കെ. ഞാൻ ഈ പുള്ളിയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പൈസ ഞാൻ തരാനുള്ളേ? ഒന്നും തരാനില്ല. ഒരു മനുഷ്യർക്കും ഒന്നും ഞാൻ എവിടെയും കൊടുക്കാനില്ല, ആർക്കും കൊടുക്കേണ്ട ഒരു കാര്യം എനിക്ക് വന്നിട്ടില്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നീ എന്നെ ഫിനാൻഷ്യലി യൂസ് ചെയ്തെന്നല്ല, നീ എന്നെ അല്ലാതെ മെൻ്റലി യൂസ് ചെയ്തെന്നാണ്. എന്താണ് ഈ മെൻ്റലി യൂസ്? അപ്പം ഞാൻ ഓക്കെ ശരി ഫൈൻ, റിലേഷൻഷിപ്പ് ആയിരുന്നു, ഇതായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യാം ബ്രോ. അല്ലെങ്കിൽ ആദ്യം ചെയ്തു 1, 2, 3 വട്ടം ചെയ്തു, പിന്നെ വെയിറ്റ് ചെയ്തൂടെ? പിന്നെയും തകർക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം തകർത്തിട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഇടുന്ന പേഴ്സണൽ ചാറ്റിനകത്ത് ഇടുന്നത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ ഇത് വിട്ടിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ എന്താ ചിന്തിക്കുക? ആ ചെറുക്കനെ വെച്ച് ഈ കൊച്ചു അവിടെ പോയി ഒരു ഇത് ഞാൻ കണ്ടതാണ്, ഈ ചെറുക്കനാണ് ഈ കൊച്ചിന് എല്ലാം വാങ്ങിച്ചു കൊടുത്തത്, അതാണ് ഇതാണെന്ന്. ഈ അകത്തേക്ക് പോകുന്ന സമയത്ത് ഈ വാപ്പയോടൊക്കെ സംസാരിക്കുന്നത് മാതിരി ഓപ്പൺ ആയിട്ട് അവിടെ പോയിട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന കോമ്പോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ബിഗ് ബോസിൽ. അപ്പം അയാൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംസാരം, ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ? അകത്ത് പോയാൽ ഞങ്ങൾ തമ്മിൽ ആകെ ഈ ബിഗ് ബോസിന്റെ ഒരു സാധനം വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, നമുക്ക് ഈ ഷോ എന്താണെന്നറിയില്ല. പുറത്ത് നിന്ന് കാണുന്ന ഷോ, ഇതിനകത്ത് പോയിട്ട് ലൈഫ് തൊലഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ആ റിസ്ക് എടുത്ത് അതിനകത്തോട്ട് പോകുന്ന എന്തിനാണ്? നമ്മുടെ കരിയർ എങ്ങനെയെങ്കിലും ഒന്ന് ബിൽഡ് ആവണമെങ്കിൽ ആവട്ടെ, ഇപ്പം നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കണേ. ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അപ്പം ഇതിനകത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പുള്ളിയോടെന്നല്ല എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു സാധനമാണ്, എന്ത് വന്നാലും ഞാൻ വരുന്നത് വരെ സമാധാനപ്പെട്ടിരിക്കണം. എന്ത് വന്നാലും ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിപ്പം ഞാൻ അപ്പം ഇവള് മുൻകൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ പേർ ഇത് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ പോകില്ലെന്നും അല്ല, ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനപ്പെട്ടിരിക്കണം, ഞാൻ തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ഇപ്പം എന്നെ വെച്ച് വേറെ ഒരാളെ വെച്ച് പറയുകയാണ്, അതൊക്കെ അവിടെ നടക്കാറുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള സാധനമാണ്, നമ്മുടെ ഈ ഒരു ഏജ് കാറ്റഗറി വരുന്ന ആൾക്കാരെ ഒരു കോംബോ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോംബോ എന്നുള്ള രീതിയിൽ പുറത്ത് പോകുക, ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരണം. അതിപ്പോൾ ലവ് എന്ന് തന്നെയൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പായിട്ട് വരുന്നുണ്ട്, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇപ്പം എന്നെ അർജുനയും കാണിക്കുന്ന ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള സാധനം വരും. ഇനിയിപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഇവർക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ, ഇപ്പം എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഷോ കാണിക്കുന്നതും അങ്ങനെയാണ്, നാട്ടുകാരെല്ലാം ഇങ്ങനെ അതും ഇതും റീലെടുത്തിടുന്നതിനകത്തൊരു മോളെ ഇങ്ങനെയൊക്കെ പറയാമോ, അങ്ങനെ എൻ്റെ അത്ത എന്തോ 50 ലക്ഷം കിട്ടാൻ വേണ്ടി മോളെ വിറ്റ് തിന്നുന്നു എന്ന് വരെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ ഭയങ്കര നാട്ടും പുറത്തുള്ളൊരു കുടുംബമാണ് എൻ്റെ. അപ്പം ഇവർക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല, അറിഞ്ഞൂടാ. ഇവർക്ക് ഇതിന് പ്രതികരിക്കണ്ടേ, ഏത് സാഹചര്യത്തിൽ പ്രതികരിക്കാം, ഏത് സാഹചര്യത്തിൽ പ്രതികരിക്കണം എന്ന് ഇവർക്കറിയില്ല. ഇവരൊരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ പോലും ഞാൻ ഈ പറയുന്ന യൂട്യൂബർ ഈ പയ്യനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്, വീട്ടുകാരോടും പറഞ്ഞു, ഒരു മനുഷ്യർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത്. ഈ പറയുന്ന ഒരു മീഡിയ വന്നിട്ട് ഇനിയിപ്പോൾ എത്ര ലക്ഷം രൂപ തരാമെന്ന് കയറുന്നതിന് മുമ്പ് കേട്ടോ ഇൻ്റർവ്യൂ കൊടുക്കരുത്. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ, ഈ പറയുന്ന ഈ പയ്യന് മാത്രം, ഈ യൂട്യൂബർ പയ്യന് മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്താൽ മതി എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഈ പയ്യനെ വിശ്വസിക്കുക, നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ എന്നെയും ഞാൻ അത്രയും വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മളെ തകർക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ട്രസ്റ്റാണ് നമുക്ക് ഇവരോടൊക്കെ ഉള്ളത്. ആ ട്രസ്റ്റ് വരെ പൊട്ടിച്ച് എൻ്റെ വീട്ടുകാർ പറഞ്ഞതിനകത്ത് പലതും ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് പറ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുക? മോള് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയവരല്ലേ, വിശ്വസിക്കാമല്ലോ അല്ലേ എന്നുള്ള രീതി ഇവർ വിശ്വസിച്ചു. എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഞാനാ തെറ്റുകാരി, ഞാനാ പറഞ്ഞ ഇവരെ വിശ്വസിക്കാൻ. നിങ്ങൾ തല്ലാൻ വരുന്നത് ജാസ്മിനെയാണ്, അതെങ്ങനെയാണ് സംഭവിച്ചത്? അത്